2026 മാർച്ച് മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. ധനുക്കൂറിൽ ജനിച്ച ആൾക്കാരുടേതാണ്. മൂലം നക്ഷത്രവും പൂരാടം നക്ഷത്രവും ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാവവും ചേർന്നതാണ് ധനുക്കൂർ എന്ന് പറയുന്നത്. ധനങ്ങൾ പല വഴിയിലും ധനം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അത് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പലവിധ രീതിയിലും മറ്റുള്ള ഐശ്വര്യങ്ങളും ധാരാളമായിട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ ഈ തോട്ടം കൃഷികൾ, അതായത് ഇപ്പം തോട്ട വിളകളൊക്കെ നാണ്യവിളയും തോട്ടവിളയൊക്കെ ഉള്ള കൃഷികൾക്കുള്ള കർഷകർക്ക് നല്ല രീതിയിൽ ലാഭം കിട്ടുന്ന ഒരു മാസവും കൂടിയാണ്. അതുപോലെ ചീര പോലുള്ള കൃഷികളും അതുപോലെ പൂക്കൃഷികളും എന്നിവയിലുള്ള കർഷകർക്കും ധാരാളം ലാഭം കിട്ടുന്നതാണ്. സുഗന്ധ ദ്രവ്യങ്ങളുടെ കൃഷിയിൽ നിന്നും ലാഭം കിട്ടും. ഏലക്ക പോലുള്ളതിൽ നിന്നും നല്ല ലാഭം കിട്ടുന്നൊരു സമയമാണ്. അതുപോലെ കുടുംബത്തിന് എല്ലാവർക്കും സൗഖ്യമുണ്ടാകും. അതുപോലെ സുഖഭോഗങ്ങൾ അനുഭവിക്കാനായിട്ടും യോഗം കാണുന്നു. അംഗീകരിക്കലും ആദരിക്കലും ഒക്കെ നടക്കേണ്ട ഒരു സമയവും കൂടിയാണ്. അതായത് വിശേഷ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ധരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നു. പ്രത്യേക വിദ്യാഭ്യാസം പൂർത്തിയാക്കി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ആ പ്രത്യേക വസ്ത്രം ധരിച്ചിട്ടുള്ള ചടങ്ങുകൾക്കൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ ചില നക്ഷത്രക്കാർക്ക് പങ്കെടുക്കാൻ സാധിക്കും. അതുപോലെ മാനസിക വിചാരമായ ഡിപ്രഷൻ മുതലായ അവസ്ഥകൾക്ക് വളരെയധികം ശാന്തി ലഭിക്കുന്ന ഒരു സമയമാണ്. മേലധികാരികളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ കുറയാം. അതുപോലെ തസ്കരന്മാർ, അതായത് മോഷ്ടാക്കൾ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കപ്പെടും എന്നുള്ളതാണ്. പക്ഷേ അത് നഷ്ടപ്പെടാണ്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. ചില ധനുക്കൂറുകാർക്ക് ചില അധികാര സ്ഥാനങ്ങൾ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ഒന്നി ഇലക്ഷനിൽ നിന്നിട്ട് ജയിച്ചിട്ട് ഒരു അധികാര സ്ഥാനത്തിലേക്ക് വരാം, അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടുന്നതിനും സാധ്യതയുണ്ട്. സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു സമയമാണ്. അതിനാൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക, അത് വളരെ ഗുണങ്ങൾ ലഭിക്കുന്നു. ബന്ധുജനങ്ങളുടെയും ഉറ്റ മിത്രങ്ങളുടെയും സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ്. അതുപോലെ നാൽക്കാലികളെ വളർത്തി വ്യാപാരം ചെയ്യുന്നവർക്ക് വളരെയധികം ലാഭങ്ങൾ അവർക്ക് കിട്ടുന്നു. എന്നാൽ ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ ചില മോശഫലങ്ങളും ഇതിനകം ഉണ്ടാകുന്നു. അതുപോലെ ഉപാസനാഭംഗം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിതൃക്കൾക്ക്, ഇത് അച്ഛനമ്മമാർക്ക്, അച്ഛനമ്മ പോലുള്ള ആ പിതൃക്കൾക്ക് എന്തെങ്കിലുമൊക്കെ, പിതൃസ്ഥാനികൾക്ക് എന്തെങ്കിലും ദുഃഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഭാഗ്യഹാനി ഉണ്ടാകാം. അശ്രദ്ധമായിട്ട് ചില കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ഭാഗ്യഹാനി ഉണ്ടാകുന്നതിനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപാസനകൾ മുടങ്ങാതെ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഈ സമയത്ത് ഈ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ വയസ്സ് തിരിച്ചിട്ടുള്ള പ്രവചനങ്ങളാണ് നടത്തുന്നത്. അതുകൊണ്ട് ഇതിൽ മൂല നക്ഷത്രക്കാർക്ക് ആണ് ആദ്യം പറയുന്നത്. 2.5 വയസ്സ് വരെയുള്ള മൂല നക്ഷത്രക്കാർക്ക് ഒരു മോശം ഒരു സമയമാണിത്, കാലമാണ്. അവർക്ക് പല രോഗങ്ങളും ദാരിദ്ര്യങ്ങളും കഷ്ടപ്പാടുകളൊക്കെ വരുന്ന ഒരു സമയമാണ്. എല്ലാവർക്കുമല്ല, ചിലർക്ക്. അതുപോലെ 2 വയസ്സ് 2.5 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള മൂല നക്ഷത്രക്കാർക്ക് തടസ്സങ്ങളില്ലാതെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നതിന് സാധിക്കുന്നു. തടസ്സങ്ങൾ വരും എന്ന് തോന്നും. വിദ്യാഭ്യാസം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്കൂളിൽ ചേരാൻ പറ്റില്ല, കോളേജിൽ ചേരാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയൊക്കെ വരാം. പക്ഷേ അതെല്ലാം മാറിക്കിട്ടുന്നു. ആ സമയമാകുമ്പോൾ എല്ലാം ഭാഗ്യം കൊണ്ടെല്ലാം നടക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്ന വിദ്യാഭ്യാസം ലഭിക്കാം. ഇഷ്ടമുള്ള സ്കൂളിൽ അവർക്ക് കോളേജിലൊക്കെ പഠിക്കുന്നതിന് അവർക്ക് സാധിക്കുന്നു. ചില രോഗങ്ങൾ കഷ്ടപ്പെടുത്തുമെങ്കിലും വിദ്യാഭ്യാസത്തെ അതൊന്നും സാരമായി ബാധിക്കാതെ മുന്നോട്ട് പോകുന്നു. 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ള മൂല നക്ഷത്രക്കാർക്ക് ധനനാശം വരണതിന് ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ധനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സാമ്പത്തിക അച്ചടക്കം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് സാമ്പത്തിക അച്ചടക്കം പാലിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ വളരെയധികം ഗുണം കിട്ടുന്ന ഒരു ഇതാണിത്. ചിലവുകൾ വളരെ ചുരുക്കുക, വിനോദങ്ങൾ, യാത്രകളൊക്കെ കഴിയുന്നതും ചുരുക്കുക, കടം കൊടുക്കുന്നതും വാങ്ങുന്നതും നിർത്തുക. അതുപോലെ പ്രസൻറ്റേഷൻ, മറ്റു വലിയ രീതിയിൽ ചിലവ് വരുന്ന പാർട്ടികൾ, ഇതെല്ലാം ഒഴിവാക്കുന്നത് ഈ സമയം വളരെ നല്ലതായിരിക്കും. 26 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അവർ സാമ്പത്തിക അച്ചടക്കം പാലിച്ച ഈ ആൾക്കാർക്ക് അവർക്ക് വളരെയധികം ഗുണം ലഭിക്കുന്ന ഒരു മാസം കൂടിയാണിത്. വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതിന് ഉള്ള ഒരു സാധ്യതയുണ്ട്. കാരണം പണച്ചെലവ് വരുന്ന ഒരു സമയമാണ്. അപ്പം പണം ചിലവാകുന്നതിനുള്ള പണം അവരുടെ കയ്യിലുണ്ടാകും. അതുപോലെ ഇതിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഉദ്യോഗം ലഭിക്കുന്നതിനുള്ള സാധ്യത കിട്ടുന്നുണ്ട്. പ്രൊമോഷൻ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥന്മാർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്.
ശാരീരികമായും മാനസികമായും എല്ലാം നല്ല ഒരു ആരോഗ്യം ലഭിക്കുന്ന ഒരു സമയമാണ്. സ്വന്തമായി ഭൂമിയും വീടും വാഹനവും എല്ലാം വാങ്ങാൻ സാധിക്കുന്നു. അത് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ സാമ്പത്തിക അച്ചടക്കം പാലിച്ചവർക്ക് മാത്രം. 36 വയസ്സ് മുതൽ 43 വയസ്സ് വരെ ഉള്ളവർക്ക് ചില സർജറികൾ വേണ്ടി വന്നേക്കാം. അത് വയർ സംബന്ധിച്ചുള്ള സർജറിയാണ് കാണുന്നത്. അത് അപ്പൻഡിക്സ്, ഹെർണിയ, പൈൽസ് തുടങ്ങിയ അവയവങ്ങൾക്ക് ചില ഓപ്പറേഷനൊക്കെ വേണ്ടി വന്നേക്കാം. 43 വയസ്സ് മുതൽ 61 വയസ്സ് വരെ ഉള്ളവർക്ക് ബുദ്ധിശൂന്യത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് എടുത്തു ചാടി ഒരു കാര്യങ്ങളിൽ നിങ്ങൾ പ്രവർത്തിക്കരുത്, അതിൽ മുഴുകരുത്. അത് ചെയ്യേണ്ടത് ആലോചിച്ചും അനുഭവ സമ്പത്തുള്ള വിശ്വാസമുള്ള ആൾക്കാരോട് ചോദിച്ചും വേണം ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിലേക്ക് വേണ്ടി. അങ്ങനെ അവർക്ക് ചർച്ച ചെയ്ത് അതിനെ തീരുമാനിക്കണം. അത് എന്താ ചെയ്യണം, നന്മയും തിന്മയൊക്കെ തീരുമാനിച്ച്. അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾ ചെന്ന് ചാടുന്ന പുതിയ ബിസിനസ് ആയിരുന്നാലും എന്തായിരുന്നാലും സാമ്പത്തിക നഷ്ടം ധാരാളം വരേണ്ട ഒരു സമയമാണ്, ശ്രദ്ധിക്കുക. 61 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം ധനം ലഭിക്കുന്നതിനുള്ള ഒരു സമയമാണ്. മനസമാധാനം ലഭിക്കാം, മറ്റു ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. മക്കളും കൊച്ചുമക്കളുമായിട്ട് സുഖജീവിതം നയിക്കുന്നതിനും അവർക്ക് ഭാഗ്യം ലഭിക്കുന്നു. അടുത്ത് പൂരാടം നക്ഷത്രക്കാർക്കുള്ളതാണ്. 15 വയസ്സ് വരെയുള്ള പൂരാടം നക്ഷത്രക്കാർക്ക് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാം ഒത്തുചേരൽ, അതായത് നിങ്ങളുടെ അച്ഛനമ്മമാരുടെയും നിങ്ങളുടെയും ഈ കുട്ടിയുടെയും എല്ലാവരുടെയൊക്കെ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ ഒത്തുചേരാനും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സമില്ലാണ്ട് നടന്നു പോകുന്നതിനൊരു തീരുമാനം അവരെടുക്കുകയും ഒക്കെ അവർ ചെയ്യുന്നു. കാരണം ഈ സമയത്ത് നിങ്ങളുടെ അച്ഛനമ്മമാരൊക്കെ ജോലി സംബന്ധമായിട്ടോ അല്ലാതെയോ മാറി താമസിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ഇതിന് ചിലർ അച്ഛനമ്മമാർ ബന്ധം വേർപിരിഞ്ഞ് മാറി താമസിക്കുന്നതിനും ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള അവർക്ക് പലതരത്തിലുള്ള ചില ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ധനനഷ്ടം വരാം, അത് ശ്രദ്ധിച്ചാൽ ധനനഷ്ടം ഒഴിവാക്കാം. സ്വന്തം നാട്ടിൽ നിന്നും അന്യനാട്ടിലേക്ക് മാറി താമസിക്കുന്നതിനും സാധ്യതയുണ്ട്. വാഹന അപകടങ്ങൾ ഈ സമയം കാണുന്നതിനാൽ വാഹനം ഓടിക്കുന്നത് വളരെ ശ്രദ്ധിക്കുക. 21 വയസ്സ് മുതൽ 31 വയസ്സ് വരെ ഉള്ളവർക്ക് വളരെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. ധനം, ധാന്യമെല്ലാം ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു ഭാഗ്യമുള്ള സമയമാണ്. വിദ്യാഭ്യാസം ലക്ഷ്യത്തോടെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നു. ഇഷ്ടപ്പെട്ട വിദ്യാഭ്യാസം നേടിയതിനാൽ ഇഷ്ടപ്പെട്ട തൊഴിൽ പ്രവേശിക്കുന്നതിനും അവർക്ക് വളരെ ഭാഗ്യം ലഭിക്കുന്നു. 31 വയസ്സ് മുതൽ 38 വയസ്സ് വരെ ഉള്ളവർക്ക് അത്യാവശ്യമായി ചില സർജറികളോ മറ്റു ചില സ്പെഷ്യൽ ചികിത്സകളോ വേണ്ടി വന്നേക്കാം. തീപ്പൊള്ളൽ, ഇലക്ട്രിക്കൽ ഷോക്ക് എന്നിവ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക. 38 വയസ്സ് മുതൽ 56 വയസ്സ് വരെ ഉള്ളവർക്ക് മരണഭയം വരുന്നതിനുള്ള ഒരു സമയമാണ്. ജീവിതത്തോട് വെറുപ്പും നിരാശയൊക്കെ തോന്നാം. ചില രോഗങ്ങൾ വരാം. ബുദ്ധിപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ യുക്തിയും കൂടി ചേർത്ത് ചിന്തിച്ച് വേണം പ്രവർത്തിക്കാൻ. അതുപോലെ വിഷബാധ ഏൽക്കാണ്ട് ശ്രദ്ധിക്കണം. ശരീരത്തിന് ഒടിവ്, ചതവ്, മർദ്ദനം മുതലായവ ഏൽക്കാതെ ശ്രദ്ധിക്കുക. കാരണം സർജറികൾ വേണ്ടി വന്നേക്കാം. ഇപ്പോൾ വീണ് കഴിഞ്ഞ് ഒടിയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ശരീരത്തിന് ഭയങ്കരമായ മർദ്ദനമേറ്റിട്ട് ചില സർജറികൾ വേണ്ടി വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചില്ലെങ്കിൽ അംഗവൈകല്യം വരെ വരാൻ സാധ്യതയുണ്ട്. 56 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിൽ അനുഭവിച്ച കഷ്ടതകൾക്കും യാതനകൾക്കെല്ലാം ആശ്വാസം ലഭിക്കുന്നു. വളരെ നേട്ടങ്ങൾ അവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ധനധാന്യ സമൃദ്ധി, മറ്റ് ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നു. കൂടാതെ ആത്മീയതയിലേക്കും അവർക്ക് പോകുവാൻ സാധിക്കുന്നു. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് കുറച്ചൊരു മോശം സമയമാണ്. കാരണം ചില അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരാം എന്നല്ലാതെ വേറെ രീതിയിൽ ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. വിദേശവാസവും കൂടി കാണുന്നുണ്ട്. അടുത്ത് ഉത്രം നക്ഷത്രക്കാർക്കുള്ളതാണ്. 10 വയസ്സ് വരെയുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് ഒരു പരിധിവരെ നല്ലൊരു സമയമാണ്. കുടുംബത്തിൽ ധനം വരുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വീടോ വസ്തുവകളോ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ഈ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും അവരുടെ പൂർവിക സ്വത്തുകൾ ഭാഗം വെച്ച് അവർക്കൊരു ഓഹരി കിട്ടുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ പണവും വരാം. അതുപോലെ വസ്തുവകളോ വീടോ ലഭിക്കുന്നതിനുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ട് വീട് ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ പുതിയ വീട്ടിൽ താമസമാകുന്നതിനും അവർക്ക് സാധ്യതയുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ തന്നെയും ഈ ബാല്യകാലത്ത് ശ്വാസം മുട്ടൽ, ആസ്മ പോലുള്ള അലർജി പോലുള്ള രോഗങ്ങൾ ചെറിയ രീതിയിൽ ആക്രമിക്കുന്നതിനും സാധ്യതയുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഉള്ളവർക്ക് ഇവരിൽ ചിലർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. ചില രോഗങ്ങൾ വേണ്ടി വന്നേക്കാം. അതുപോലെ
ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. അതുകൊണ്ട് അശ്രദ്ധമായ കൂട്ടുകെട്ടൽ നിങ്ങൾ ഒഴിവാക്കുക. മോശമായ കൂട്ടുകെട്ടുകളിൽ പെടാണ്ടിരിക്കുക. അത് അങ്ങനെയൊക്കെ പെട്ടുകഴിഞ്ഞാൽ പോലീസ് കേസും മറ്റുള്ള കോടതി നടപടികളൊക്കെ ഉണ്ടാവാനൊരു സാധ്യതയുണ്ട്. മാനസിക പിരിമുറുക്കവും ഇതുമൂലം ഉണ്ടായേക്കാം. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ധനനാശം കാണുന്നു. അതായത് പണം നഷ്ടപ്പെടാനൊരു സാധ്യത. അതിനാൽ സാമ്പത്തികമായ ഒരു അച്ചടക്കം ഒരു ക്രമീകരണം നിങ്ങൾ പാലിക്കേണ്ടതാണ്. പല ആപത്തുകളും ഉണ്ടാകുന്നതിനും മാനസിക സംഘർഷം വരുന്നതിനും സാധിക്കുന്നു. ഈ സമയം ഒരു കാരണവശാലും ലഹരിക്കോ മറ്റു മയക്കുമരുന്നിനോ ഒന്നും അടിമയാകാണ്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ആത്മീയ കാര്യങ്ങളിലൊക്കെ മുഴുകുക. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ സാമ്പത്തിക അച്ചടക്കവും മറ്റുള്ള ആത്മീയതയിലേക്കുള്ള ഒരു തിരിവും എല്ലാം മനസ്സ് നിയന്ത്രിച്ച ആൾക്കാർക്ക് അവർക്ക് ഈ കാലങ്ങളിൽ ഈ 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ വളരെ നല്ലൊരു സമയമാണ്. സന്തോഷവും ഐശ്വര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നു. കഷ്ടപ്പാടുകളും ദുഃഖങ്ങളെല്ലാം അവർക്ക് മാറിക്കിട്ടുന്നു. അവരുടെ ബുദ്ധിക്ക് ഒരു സ്ഥിരത വരുന്നു. അതായത് ചിന്താശേഷി, ഒരു കാര്യം ആലോചിച്ച് അത് കൃത്യമായി നടപ്പിലാക്കാനും ഒക്കെ ഉള്ള ഒരു ബുദ്ധി ലഭിക്കുന്നു. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ ചില അപമാനം അതൊക്കെ മാനഹാനി വരുന്നതിനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യത്തിലും ചെന്ന് ചാടാണ്ടിരിക്കുക. അശ്രദ്ധ കാണിച്ചാൽ പോലീസ് കേസ്, കോടതി നടപടികളൊക്കെ വരാനും സാധ്യത കാണുന്നുണ്ട്. ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടുവാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതിൽ ഉള്ള ദുഃഖമുണ്ടാകാം. അതുപോലെ ഈ സമയത്ത് എന്തെങ്കിലും പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ബിസിനസ് പരമായിട്ടോ അല്ലാതെയോ ഒക്കെ ഉള്ള ഒരു മനക്കോട്ട കെട്ടിയിരുന്നത് ഈ സമയം ചിലപ്പോൾ നടക്കാണ്ടിരിക്കാം. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോയി താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മിക്കവാറും അവർക്ക് നടന്നു കിട്ടും. നേരത്തെ നടക്കാണ്ടിരുന്ന സ്വപ്നങ്ങൾ നടന്നു കിട്ടുന്ന ഒരു സമയമാണിത്. ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെയും അതൊന്നും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം തക്കതായ ചികിത്സ സമയത്ത് ലഭിക്കുന്നത് കൊണ്ട് പ്രയാസമൊന്നും വരാതെ പോകാൻ സാധിക്കും. പണത്തിനും ധാന്യങ്ങൾക്കും മറ്റുള്ള ഒന്നിനും ഒരു ബുദ്ധിമുട്ട് വരാതെ അവർക്ക് പോകാൻ സാധിക്കും. ജീവിതം സുഖമായിരിക്കും. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം അതിസാരം പോലുള്ള ഭക്ഷ്യവിഷബാധ ഇതൊന്നും വരാതെ ഒന്ന് ശ്രദ്ധിക്കണം. ആഹാരങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ വൃത്തിയായിട്ടുള്ളത് ഭക്ഷിക്കേണ്ട ഒരു സമയമാണ്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന കൂടി ആവശ്യമാകുന്നു. നിങ്ങൾക്കുള്ള പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ജാതകപരമായോ ഉള്ള കാര്യങ്ങൾക്ക് ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന മാർച്ച് മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.